നാം ഇവിടെ ചർച്ച ചെയ്തു മേൽപ്പാത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ വരാഹോൽപ്പത്തി എന്ന 12ാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. കോസാവജിന്യമഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കഹ അസൗ അജിന്യമഹിമ കിടിഹി ഉത്ഥിതഃ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. മേ നാസാപുടാത് ഉത്ഥിതഃ അജിന്യമഹിമ അസൗ കിടിഹി കഹ അജിതസ്യ മായ ഭവേത് കിമു ധാതരി ഇത്തം വിചിന്തയതി ത്വം സദ്യഃ ശൈലമാത്രഃ ഭവൻ ഘോരഘോരം ജഗർജിത കില. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. പ്രിയമുള്ള പ്രേക്ഷകർ, ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങി. ഇതാരാണ്? അചിന്ത്യമായ മാഹാത്മ്യത്തോടു കൂടിയ വിഷ്ണു ഭഗവാൻ തന്നെയല്ലേ എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്? അജിതനായ അങ്ങയുടെ വിഷ്ണു ഭഗവാന്റെ മായാവിലാസമാണോ? ഇപ്രകാരം ബ്രഹ്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കെ പർവ്വതതുല്യനായ അങ്ങ് ഘോരഘോരം ഗർജിക്കുവാൻ ആരംഭിച്ചു. നമസ്തേ.